വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എക്സാം നടന്ന ക്ലർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ക്ലാസ്സുകളെല്ലാവരും കണ്ടിരുന്നോ? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ സാമൂഹ്യ ക്ഷേമ പദ്ധതികളാണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ഭാഗമാണ് അല്ലേ ആരോഗ്യ പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും അതുപോലെ തന്നെ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളും SCERT പാഠഭാഗങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതി എന്താണ്? കഴിഞ്ഞ എക്സാമിൽ ഇന്നലെ ഒരു ക്ലർക്കിൻ്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ ആ പേപ്പറിലുണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ് പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവിശക്തി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? അപ്പോൾ കേൾവിശക്തിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പദ്ധതികളുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക ഓരോന്നും. കേൾവിശക്തി ഇല്ലാതെ കുട്ടികൾക്ക് കേൾവിശക്തി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണ് ധ്വനി. എന്നാൽ കുട്ടികളുടെ ശ്രവണവൈകല്യം പരിഹരിച്ചുകൊണ്ട് കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് കാതോരം. അപ്പോൾ എന്താണ് പറയുന്നത്? കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവിശക്തി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ധ്വനി എന്നാണ്. കുട്ടികളുടെ ശ്രവണ വൈകല്യങ്ങൾക്ക് പരിഹരിച്ചുകൊണ്ട് കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് കാതോരം. യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെട്ടവർക്കും മറ്റു ദേഹാസ്വസ്ഥമുണ്ടായവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെട്ടവർക്കും മറ്റു ദേഹാസ്വസ്ഥമുണ്ടായവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിനായി പ്രത്യേക പരിശീലനം നൽകി കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാർ വൈദ്യസഹായം നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം. വീട്ടിലെത്തിയിട്ടാണ് സാന്ത്വനം ആൾക്കാരെ പരിചരണം നൽകുന്നത്. അപ്പോൾ കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിനായിട്ട് പ്രത്യേക പരിശീലനം നൽകി കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാർ വൈദ്യസഹായം നൽകുന്ന പദ്ധതി എന്താണ്? സാന്ത്വനമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? യാത്രക്കിടെ അപകടത്തിൽപ്പെട്ടവർക്കും മറ്റു ദേഹാസ്വസ്ഥമുണ്ടായവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിനായി പ്രത്യേക പരിശീലനം നൽകി കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാർ വൈദ്യസഹായം നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം. കോഗ്ലിയ ഇൻഫർമേഷൻ നൽകിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി ധ്വനി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ധ്വനിയെ കുറിച്ച് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ധ്വനിയെ കുറിച്ചിട്ട് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവിശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? എങ്ങനെയാണ്? കോഗ്ലിയ ഇൻഫർമേഷൻ നൽകിയവർക്കുള്ള തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയും കൂടിയാണ് ധ്വനി എന്ന് പറയുന്നത്. മാതാപിതാക്കൾ ഇരുവരും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കുവാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നില്ലെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേര് മരിച്ചു പോവുക, അല്ലെങ്കിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. അവരെ സംരക്ഷിക്കാൻ കഴിയാതെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളൊക്കെ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹപൂർവം. മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. അപ്പോൾ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട്. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായിട്ട് വീട്ടിലേക്ക് യാത്രാ സൗകര്യം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം.
കോട്ടയം ജില്ലയിലെ കേൾവി ശക്തി പരിമിതർക്ക് ശ്രവണ സഹായം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതി മധുരം. കോട്ടയം ജില്ലയിലെ കേൾവി ശക്തി പരിമിതർക്ക് ശ്രവണ സഹായം വിതരണം ചെയ്യുന്ന പദ്ധതി എന്താണ്? ശ്രുതി മധുരം. അപ്പം എന്താണ് പറയുന്നത്? പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം നൽകുന്ന പദ്ധതി മാതൃയാനം. കോട്ടയം ജില്ലയിലെ കേൾവി ശക്തി പരിമിതർക്ക് ശ്രവണ സഹായം നൽകുന്ന വിതരണ പദ്ധതി ശ്രുതി മധുരം. പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച 1 വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച 1 വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞം എന്താണ്? ആരോഗ്യ ജാഗ്രത. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്താണ്? തൂവാല വിപ്ലവം. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച 1 വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. അപ്പോൾ എന്താണ് പറയുന്നത്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന കുഷ്ഠരോഗത്തിനെതിരെയുള്ള പദ്ധതി ഏതാണ്? കുഷ്ഠരോഗത്തിനെതിരെയുള്ള പദ്ധതി ഏതാണ്? അശ്വമേധമാണ്. അശ്വമേധം ചോദിക്കാറുണ്ടല്ലോ. ഇതൊക്കെ എല്ലാ ക്വസ്റ്റ്യനും ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയുണ്ടോ? എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ മാത്രം എടുത്തു പറയാനായിട്ടുള്ളതില്ല. അപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന കുഷ്ഠരോഗത്തിനെതിരെയുള്ള പദ്ധതിയാണ് അശ്വമേധം. അതുപോലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേര് ഗോത്രജ്യോതി എന്നാണ്. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ഗോത്രജ്യോതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന അതിനായി പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. പ്രതിമാസം 600 രൂപ വെച്ചിട്ടാണ് ഈ ആശ്വാസകിരണത്തിലൂടെ നൽകുന്നത്. അതായത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കായിട്ട് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. പ്രതിമാസം 600 രൂപയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞത് പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ഗോത്രജ്യോതി എന്നാണ്. സംസ്ഥാനത്ത് 18 വയസ്സിന് താഴെയുള്ള അർബുദം, ഹൃദ്രോഗം, വൃക്കരോഗം ബാധിതരായ രോഗികളെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സംസ്ഥാനത്ത് 18 വയസ്സിന് താഴെയുള്ള ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. കാരണം ഈ ആരോഗ്യ കിരണം എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. സംസ്ഥാനത്ത് 18 വയസ്സിന് താഴെയുള്ള അർബുദം അല്ലെങ്കിൽ എന്തെങ്കിലും മാരക രോഗങ്ങൾക്കെതിരെ രോഗികളെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കേട്ടോ. പട്ടികജാതി കോളനികളുടെ അനുബന്ധിച്ച് ഇന്റർനെറ്റ് സൗകര്യത്തോടുകൂടി കമ്പ്യൂട്ടർ ലൈബ്രറി, വായനശാല എന്നിവ സജ്ജമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വിജ്ഞാൻവാടി. പട്ടികജാതി കോളനികളെ അനുബന്ധിച്ചിട്ട് ഇന്റർനെറ്റ് സൗകര്യത്തോടുകൂടി കമ്പ്യൂട്ടർ ലൈബ്രറി, വായനശാല എന്നിവ സജ്ജമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വിജ്ഞാൻവാടി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? മെഡിസെപ്പ് എന്നാണ് അല്ലേ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അപ്പോൾ എന്നാ നമ്മൾ നേരത്തെ പറഞ്ഞത്? പട്ടികജാതി കോളനികളുടെ അനുബന്ധിച്ച ഇന്റർനെറ്റ് സൗകര്യത്തോടു കൂടി കമ്പ്യൂട്ടർ ലൈബ്രറി, വായനശാല എന്നിവ സജ്ജമാക്കുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ്? വിജ്ഞാൻവാടി എന്നാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ പദ്ധതിയാണ് മൃതസഞ്ജീവനി. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ എന്നിവയ്ക്ക് മെഡിക്കൽ സഹായം നൽകുന്ന കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ എന്നിവയ്ക്ക് മെഡിക്കൽ സഹായം നൽകുന്ന കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? താലോലം.
എൻഡോസൾഫാൻ ബാധിച്ചവർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെ ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. അപ്പോൾ ഈ താലോലം എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ എന്നിവയ്ക്ക് മെഡിക്കൽ സഹായം നൽകുന്ന പദ്ധതിയും അതുപോലെ തന്നെ എൻഡോസൾഫാൻ ബാധിച്ചവർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെ ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതിയും കൂടിയാണ് താലോലം എന്ന് പറയുന്നത്. കേരള സർക്കാരിൻ്റെ ലഹരി വിമുക്ത കേരളം എന്ന മുദ്രാവാക്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? വിമുക്തിയാണ്. കേരള സർക്കാരിൻ്റെ ലഹരി വിമുക്ത കേരളം എന്ന മുദ്രാവാക്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്കാണ് അല്ലേ ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ എന്താണ്? കേരള സർക്കാരിൻ്റെ ലഹരി വിമുക്ത കേരളം എന്ന മുദ്രാവാക്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതിയുടെ പേരെന്താണ്? സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം. അപ്പോൾ എന്താണ് പറഞ്ഞത്? സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതിയുടെ പേരെന്താണ്? ബാലമുകുളം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം. അർബുദം നേരത്തെ കണ്ടെത്തി തടയുവാനും ചികിത്സ ഉറപ്പാക്കുവാനുള്ള ബോധവൽക്കരണ പദ്ധതിയുടെ പേരാണ് സ്വാസ്ഥ്യം. അർബുദം നേരത്തെ കണ്ടെത്തി തടയുവാനും ചികിത്സ ഉറപ്പാക്കുവാനുള്ള ബോധവൽക്കരണ പദ്ധതിയുടെ പേരെന്താണ്? സ്വാസ്ഥ്യം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കേരളത്തിൽ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സുഹൃതം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കേരളത്തിൽ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സുഹൃതം. അപ്പോൾ അർബുദം നേരത്തെ കണ്ടെത്തി തടയുവാനും ചികിത്സ ഉറപ്പാക്കുവാനുള്ള ബോധവൽക്കരണ പദ്ധതിയുടെ പേരെന്താണ്? സ്വാസ്ഥ്യം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കേരളത്തിൽ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സുഹൃതം. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ആർദ്രം. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആർദ്രം. കേരളം 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് കൂടിയാണ് ഈ ആർദ്രം എന്ന് പറയുന്നത്. അതായത് സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഈ ആർദ്രം എന്ന് പറയുന്നത്. കേരളം 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന ഒരു പദ്ധതിയാണ് ഈ ആർദ്രം എന്ന് പറയുന്ന പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആയുർദളം. 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുവാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുവാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ആയുർദളം. കേരള ഗവൺമെൻറ് മാരക രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി നടപ്പിലാക്കുന്ന വരുമാന പദ്ധതിയുടെ പേരാണ് കാരുണ്യ പദ്ധതി. കേരള ഗവൺമെൻറ് മാരക രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി നടപ്പിലാക്കുന്ന വരുമാന പദ്ധതിയുടെ പേരാണ് കാരുണ്യ പദ്ധതി. കേരള സർക്കാർ മുഴുവൻ ആരോഗ്യ പദ്ധതിയും ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയുടെ പേരും കൂടിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ കേരള ഗവൺമെൻറ് മാരക രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി നടപ്പിലാക്കുന്ന വരുമാന പദ്ധതിയുടെ പേരാണ് കാരുണ്യ പദ്ധതി. കേരള സർക്കാർ മുഴുവൻ ആരോഗ്യ പദ്ധതിയും ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയുടെ പേരെന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ്. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുന്നതിനും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ചിരി. ചിരി എന്താണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുന്നതിനും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ചിരി. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ടെലി കൗൺസിലിംഗ് നൽകുന്ന പദ്ധതിയുടെ പേരാണ് ഒപ്പം. ഒപ്പം എന്ന് പറയുന്ന ഒരു ടെലി കൗൺസിലിംഗ് ആണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതി ചിരിയാണ്.
ടെലികോൺസിംഗ് നൽകുന്ന പദ്ധതിയാണ് ഒപ്പം. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ആയുഷ് ഗ്രാമം. മലപ്പുറം ജില്ലയിലാണ് ഫസ്റ്റ് കേട്ടോ. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആയുഷ് ഗ്രാമം. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണിയായകളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നീ പരിചരണങ്ങൾക്ക് അറിവ് പകർന്നു നൽകുന്നതിനായിട്ട് ആയുഷ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം. അപ്പോൾ ആയുർവേദ സമ്പ്രദായം അനുസരിച്ചിട്ട് ഗർഭിണിയാകാനുള്ള പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ കുറിച്ചിട്ടൊക്കെ ജനങ്ങൾക്ക് അറിവ് പകർന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് രാരീരം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ചിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരായിരുന്നു ആയുഷ് ഗ്രാമം എന്ന് പറയുന്നത്. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഓർണേറ്റ് ഇന്ത്യ യുകെയുടെയും സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഓർണേറ്റ് ഇന്ത്യ യുകെ എന്നിവരുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണെന്ന് പറഞ്ഞു? മെഡിസെപ്പ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷൻസ് എന്നാണ് ഫുൾ ഫോം പറയുന്നത്. എന്താണ്? മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷൻസ് ആണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അല്ലേ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആവശ്യമരുന്നുകൾക്ക് രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് മലപ്പുറം ജില്ലയിൽ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സഞ്ജീവനി എന്ന് പറയുന്നത് അല്ലേ. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആവശ്യമരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയായിരുന്നു സഞ്ജീവനി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡ്സ് സ്കൂളിലെ കാഴ്ചവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡ്സ് സ്കൂളിലെ കാഴ്ചവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ്? മിഴിയാണ്. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കുന്ന ജൈവ പാട്ടകൃഷി പദ്ധതിയുടെ പേരാണ് ഹരിശ്രീ. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കുന്ന ജൈവ പാട്ടകൃഷി പദ്ധതിയുടെ പേരാണ് ഹരിശ്രീ. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കുന്ന ജൈവ പാട്ടകൃഷി പദ്ധതിയുടെ പേരെന്താണ്? ഹരിശ്രീ. പച്ചക്കറിയുടെ അധിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഹരിശ്രീ. പച്ചക്കറിയുടെ അധിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി കൂടിയാണ് ഹരിശ്രീ എന്ന് പറയുന്നത്. പാട്ടകൃഷി പദ്ധതിയാണ് അല്ലേ ഹരിശ്രീ എന്ന് പറയുന്നത്. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹസാന്ത്വനം എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വനിതാ ശിശു വികസന വകുപ്പ് സാമൂഹിക മിഷനും ചേർന്ന് ആരംഭിച്ച പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായ വീട്ടിലേക്ക് യാത്രാ സൗകര്യം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് സാമൂഹിക മിഷനും ചേർന്ന് ആരംഭിച്ച പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കേരള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്ന് പറയുന്നത്, ആരോഗ്യ സർക്കാർ പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടാൽ അറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ആവർത്തിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ ഇതൊക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.